ഒരു മാസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ കുറച്ചൊന്ന് ലേറ്റായി പോയി. ഒരു കല്യാണത്തിന് പോകുന്നതാണ്. കൊല്ലത്താണ് ഈ ഒരു കല്യാണം വരുന്നത്. ഞാനും മോളും കൂടെ രാവിലെ തന്നെ തിരുവനന്തപുരത്ത് ബസ്സിലൊക്കെ കയറി, KSRTC ബസ്സിലൊക്കെ കയറി ഇതേ കൊല്ലത്തെത്തിയിട്ടുണ്ട്. ഒരു ബീച്ച് റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കല്യാണം. കാരണം ആളുകൾ തന്നെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു റിസോർട്ടെന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, കുറച്ച് ചെറിയ ഫംഗ്ഷനൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാലും ഒരു 300-400 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞങ്ങൾ ചെന്നത് കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ മാല ഇടുന്ന ആ ഒരു ടൈമിലായിരുന്നു ഞങ്ങൾ എത്തിയത്. എന്തായാലും ഞങ്ങൾ ലേറ്റായെന്ന് വിചാരിച്ചിട്ട് വിഷമിച്ച് വന്നതാണ് കേട്ടോ. കാരണം 1.5 മണിക്കൂർ എടുത്തു ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. എന്തായാലും ഞങ്ങൾ ഒരുപാടൊന്നും ലേറ്റാകാതെ ആ കല്യാണ സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണമൊക്കെ കണ്ടു. പിന്നെ ഒരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അതൊക്കെ ഞങ്ങൾ കണ്ടതിന് ശേഷമാണ് വീട്ടുകാരൊക്കെ കണ്ടതും സംസാരിച്ചതും ഒക്കെ ആയിട്ട്. ഞങ്ങൾ പോയത് പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നായിരുന്നു. ഇക്കയുടെ ഫ്രണ്ട് അനിതയുടെ മോളുടെ കല്യാണമായിരുന്നു കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾക്ക് ഈ ഏരിയയൊന്നും അങ്ങനെ അത്ര പരിചയമില്ല. പിന്നെ ഞാനും മോളും തന്നെയാണ് വന്നതും ഒക്കെ. കൊല്ലം ബസ് സ്റ്റാൻഡിലൊക്കെ ഇറങ്ങി ഓട്ടോയൊക്കെ വിളിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിനിടയ്ക്ക് അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ മാത്രമല്ല, പെൺകുട്ടിയും അതുപോലെ ചെക്കനും നല്ല വൈറ്റ് ഡ്രസ്സിലായിരുന്നു. അതൊരു പ്രത്യേകിച്ച് നല്ല എടുപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കല്യാണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോഴാണ് കല്യാണപ്പെണ്ണിൻ്റെ അമ്മ താഴേക്ക് വന്നത് കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ കണ്ടതും സംസാരിച്ചതും ഒക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഫുഡ് കഴിക്കേണ്ട തിരക്കായി. ഇനി ഇതേപോലെ 1-2 മണിക്കൂർ എടുത്ത് വേണമല്ലോ ഞങ്ങൾക്ക് തിരികെ പോകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ കുറച്ച് സംസാരിച്ചിട്ട് ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. ഫുഡ് നല്ല 2 പായസമൊക്കെ ആയിട്ട്. കുറച്ച് ഏരിയ ഉള്ളൂ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളും കുറച്ച് നേരത്തെ പോയത് കാരണം പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് എണീക്കാൻ പറ്റി. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ ഇവിടെ വേറൊരു ഫ്രണ്ടിനെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ച് ഞങ്ങളിതേ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ പോകാമെന്ന് കരുതി. ഇതാണ് കല്യാണ പെണ്ണിൻ്റെ അച്ഛൻ കേട്ടോ. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചു, യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളിതേ ഇറങ്ങി. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഞങ്ങൾ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലൊരു പൂളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഇറങ്ങാൻ നേരത്തെ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പോവാണ്. പിന്നെ വരുമ്പോൾ കുറച്ചധികം തിരക്ക് കൂട്ടി വന്നത് കാരണം ആ പുറമേ ഉള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ആ ഒരു റിസോർട്ടിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പുറത്ത് വരുമ്പോൾ തന്നെ അപ്പോൾ ഒരു ലോട്ടറി വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മാമ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോളെ കണ്ടതും ഒരു ലോട്ടറി എടുക്കും മോളെ എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്തായാലും ഒരു ലോട്ടറി എടുക്കാമെന്ന് കരുതി ലോട്ടറി എടുത്തു. അങ്ങനെ ലോട്ടറിയൊക്കെ വെച്ച് അപ്പോൾ അവളോട് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് വേണ്ടി നോക്കണം, മോക്ക് ലോട്ടറി അടിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആൾ ഓട്ടോയിൽ കയറുമ്പോൾ തന്നെ ഈ ലോട്ടറി അടിക്കുമ്പോൾ കിട്ടുന്ന പൈസ ഏതൊക്കെ രീതിയിൽ ഷെയർ ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ലോട്ടറി ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല.